ഇതൂടെ ഉള്ളൂ, വലിച്ചു തീർത്തുകളായിരുന്നു. വാങ്ങിക്കുമ്പോൾ 2-3 വാങ്ങിച്ചോടാ അവിടെ. എടാ എറണാകുളനെ ഇത് മേടിച്ച പാടെ എനിക്കറിയാം. 2 രൂപ. അതൊക്കെ വിട്. ട്രിപ്പിൻ്റെ കാര്യം എന്തായി? അത് പറയാനല്ലേ ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചത്. അമ്മ, എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. എന്തിനാടാ നിനക്ക് 5000 രൂപ? കഴിഞ്ഞ ആഴ്ച അല്ലേ നീ 3000 രൂപ വാങ്ങിച്ചോണ്ട് പോയത്? അത് ഞാൻ ഒരു കോഴ്സ് ചെയ്യാൻ മേടിച്ചില്ലേ. ഇതെനിക്ക് ചെന്നൈയിൽ ഒരു ഇന്റർവ്യൂവിന് പോകാനാ. ഇനി നീ എന്തിനാടാ ഇന്റർവ്യൂവിന് പോകുന്നത്? അച്ഛൻ നിനക്ക് നല്ല ജോലി ശരിയാക്കി വെച്ചേക്കോ ഇല്ലയോ? നീ അതിന് പോയാൽ മതി. ആ ജോലി കൊള്ളത്തൊന്നുമില്ല. ഇത് നല്ലൊരു പോസ്റ്റിലേക്കുള്ള ജോലിയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നിനക്കിപ്പോഴേ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലയോ? ഇവിടെ ഇത്രയും പൈസയ്ക്ക് ബുദ്ധിമുട്ടിരിക്കുന്ന കാര്യം നിനക്ക് അറിയാൻ വയ്യായോ? നിങ്ങൾ ഒരു അത്യാവശ്യത്തിന് ചോദിക്കുമല്ലേ, എവിടെന്നെങ്കിലും കടം മേടിച്ചാ? ആ കൊള്ളാം, കടം മേടിക്കാന്. നിനക്ക് നിന്റെ അച്ഛനെ പറ്റി ഒന്നും അറിയത്തില്ലയോ? ഇത്രയും നാളായി ആരുടെയെങ്കിലും മുമ്പ് കൈ നീട്ടിട്ടുണ്ടോ? ഇനി നിനക്ക് വേണ്ടി അതിനും പോണോ? ഒരത്യാവശ്യത്തിന് ചോദിച്ചാൽ അതുപോലും സഹായിക്കത്തില്ല. ആ കൊള്ളാം. നിനക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നീ തന്നെ നേരിട്ട് അച്ഛനോട് ഒന്ന് ചോദിച്ചേ. എനിക്ക് വയ്യ. ആ ഇനി അതിൻ്റെ കുറവിടെ ഉള്ളൂ. എന്നിട്ട് നീ അച്ഛനോട് ചോദിച്ചില്ലയോ? അതിൻ്റെ കുറവിടെ ഉള്ളായിരുന്നു. എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. 5000 രൂപ വേണമായിരുന്നു. ഇപ്പം എന്തിനാ 5000 രൂപ? ചെന്നൈയിലൊരു ഇൻ്റർവ്യൂവിന് പോകാനാ. അത് ജയചന്ദ്രൻ്റെ കമ്പനിയിൽ ജോലി തരപ്പെടുത്തിയതല്ലേ, അതിന് പോയിക്കൂടെ? ആ ജോലി വലിയ ഗുണമൊന്നുമില്ല. ഇത് നല്ലൊരു പോസ്റ്റിലേക്കാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഇപ്പം തരാൻ പൈസയൊന്നും ഇരിപ്പില്ല. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുക. നീ പോയി നിൻ്റെ പാട് നോക്കിയേ. ഇവിടെ അല്ലേ എന്നാ പൈസ ഉള്ളത്? ആ പൊളിച്ച്. എടുത്തടാ. ഇതുകൊണ്ടില്ല, എറണാകുളം വരുന്നുണ്ട്. ഇനി അവൻ കണ്ടിട്ട് വേണം നാട്ടിൽ മൊത്തം അറിഞ്ഞടക്കാൻ. ഒന്നാമത് നിനക്ക് നല്ല പേരാണല്ലേ. ഓരോ തൊല്ലകളെ കൊണ്ട് വയ്യ. ആ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നാ? ഇവിടെ എന്ത് ചെയ്യുന്നത്? ചുമ്മാ ഇരിക്കുന്നെണ്ണ. സാറ് വീട്ടിലുണ്ടോ? സാറ് കുറച്ച് പൈസ ചോദിച്ചായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടിയാ. അണ്ണൻ വീട്ടിൽ പോയി നോക്കാം, അവിടെ കാണുമായിരിക്കും. ഞാൻ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. ശരിടാ. എടാ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കാവല്ലോ, പണിക്കും പോടേ. അങ്ങേർക്ക് കണ്ണി കണ്ടറിയുന്നല്ല പൈസ വാങ്ങാല്ലേ. നീ ചോദിക്കുമ്പോൾ നീ ഒന്നുമില്ല. അങ്ങേർക്ക് വല്ല പുസ്തകം വാങ്ങിക്കാനോ ദാനം കൊടുക്കാനോ ആയിരിക്കും. ഞാൻ ചോദിച്ചാൽ 10 പൈസ. ഓരോ എറണാകുളമാർ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ള സിഗരറ്റും കളഞ്ഞ് അളിയാ വാ നമുക്ക് 2 വാങ്ങാം. ഞാനിനി പോകത്തില്ല. ഇന്ന് രാവിലെ കൂടെ പോയിട്ട് വായിരിക്കുന്ന മൊത്തം ഞാൻ കേട്ടതാ. ചേട്ടാ 2 ഗോൾഡ്. മോനെ നീ വേണു സാറിൻ്റെ മകനല്ലേ? ആ ഇപ്പം എന്ത് പരിപാടി? ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നീ ഇങ്ങനെ കുടിച്ചു മരിച്ചൊക്കെ നടന്നോ? ഓ അങ്ങനെ പറയാം. ഇനി എന്തായാലും ഞാൻ പോകത്തില്ല. ഞാൻ പൈസ തരാം. നീ കയറി മേടിച്ച് തന്നാൽ മതി. പിടി. ആ വാ. രാവിലെ മേടിക്കാൻ ചെന്നപ്പോഴേ അങ്ങേരെ ഒന്ന് കാണാൻ കൂടാ പറയുമായിരുന്നു. ഇനി എന്ത് പറയുമെന്ന്. ഓ അത് വിട്, ഇനി ഞാൻ പോയി വാങ്ങിക്കാം. ആ നീ പോയി മേടി. ചേട്ടാ 2 ഗോൾഡ്. മോനെ ഇന്ന് വന്നേ. രാവിലെ ഞാൻ പറഞ്ഞത് നിനക്കൊന്നും തോന്നല്ലേ? സാറ് പറഞ്ഞപ്പോഴാണ് ഇവരെ ഞാൻ അറിയുന്നത്. നീ സാറിന് വേണ്ടിയാ സിഗരറ്റ് വാങ്ങിച്ചു തന്നെ. നീ വാങ്ങുന്ന സാധനം പറ്റരുത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, ഇങ്ങനെ ഇതെല്ലാം വിളിച്ച് വീട്ടിൽ പറഞ്ഞേ. ട്രിപ്പിൻ്റെ കാര്യം തീരുമാനമായി. എരണം കെട്ടവനെ കൊണ്ട്. നീ ചോദിച്ച പൈസ നിൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് കിട്ടാഞ്ഞിട്ടാ നിൻ്റെ വലിയ ജോലി പോയൊന്നും വേണ്ട.
സാറേ അവനിവിടെ വന്ന് സിഗരറ്റ് വലിച്ചൊക്കെ നടക്കുക. സാറിനൊന്നും അറിയത്തില്ലേ? സാറിനൊന്ന് ഉപേക്ഷിച്ചൂടെ? എനിക്ക് വേണ്ടി ഇയാടെ മേടിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ അവൻ വാങ്ങുന്നതിൻ്റെ പൈസ എൻ്റെ പറ്റിലങ്ങ് എഴുതിക്കും. അപ്പോൾ ഇയാളുടെ സംശയം തീരുമല്ലോ. നിങ്ങൾ ഒരു അത്യാവശ്യത്തിന് ചോദിക്കുമല്ലേ എവിടുന്നേലും കടം മേടിച്ചാ? സാറ് വീട്ടിലുണ്ടാകും. സാറ് കുറച്ച് പൈസ ചോദിച്ചായിരുന്നു. ഇത്രയും നാളായി ആരുടെങ്കിലും മുമ്പ് കൈ നീട്ടിട്ടുണ്ടോ? ഇനി നിനക്ക് വേണ്ടി അതിനും പോണോ? നീ ചോദിച്ച പൈസ നിൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് കിട്ടാഞ്ഞിട്ടാ നിൻ്റെ വലിയ ജോലി പോയൊന്നും വേണ്ട. അങ്ങേർക്ക് കണ്ണി കണ്ടറിയുന്നില്ല പൈസ വാങ്ങാല്ലേ. നീ ചോദിക്കുമ്പോൾ നീ ഒന്നുമില്ല. അങ്ങേർക്ക് വല്ല പുസ്തകം വാങ്ങിക്കാനോ ദാനം കൊടുക്കാനോ ആയിരിക്കും. ഞാൻ ചോദിച്ചാൽ 10 രൂപ അയച്ചു. അമ്മ ഈ പൈസ അങ്ങ് അച്ഛൻ്റെ കൊടുത്തേരെ. ആ എന്ത് പറ്റി? ആ അത് അച്ഛൻ്റെ അങ്ങ് തിരിച്ചു കൊടുത്തേരെ. എന്താ കാര്യം? നാളെ പോലെ ഞാൻ അച്ഛൻ പറഞ്ഞ ജോലിക്ക് പോവാം. ആ ശരിയാണോ? ആ ആ നീ തന്നെ ആണോടാ ഈ പറയുന്നത്? ആണെന്നേ, നിങ്ങൾ മനുഷ്യനെ നന്നാവാൻ സമ്മതിക്കുന്നു. ഹലോ സാറേ. ആ അഖിലേ, അവനൊരു 5 മണി കഴിയുമ്പോൾ ആ തോടിൻ്റെ കരയ്ക്ക് കാണും. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അങ്ങ് ചെയ്തേര്. ഓ ശരി സാറേ. ആ ഉണ്ണിപ്പിള്ളേ പറ. അവനോട് വന്നായിരുന്നു സാറേ. അവനെ ഒന്ന് താങ്ങി വിട്ടിട്ടുണ്ട്. ആ അതേതായാലും നന്നായി. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്തേര്. ആദ്യം സാറേ. ആ ശരി ശരി, ഓക്കെ.